വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖ ഇല്ല എന്ന് ദേവസ്വം ബോർഡ് അങ്ങനെ വെറുതെ ഒരു കാര്യം പറഞ്ഞ് കൈയൊഴിയാൻ ദേവസ്വം ബോർഡിന് കഴിയുമോ? ശരിക്കും ക്ഷേത്രത്തിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ടതല്ലേ? അത് നൽകേണ്ടതുമല്ലേ വിവരാവകാശ നിയമപ്രകാരം? ഇനി നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ, പരാതിക്കാരൻ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ? കേരളത്തിലെ വളരെ പ്രബലരായ കുടുംബമായിരുന്നു നാഗഞ്ചേരി മന. ഇവിടുത്തെ ആളുകളാണ് പണ്ട് ഈ സ്വത്തുക്കളെല്ലാം തന്നെ, ഈ ഇരിങ്ങോൽക്കാവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളെല്ലാം തന്നെ ദേവസ്വം ബോർഡിനെ കൈമാറിയത്. 200 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ ഇത്തരത്തിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് നിലവിലെ അംഗമായ ഗണപതി നമ്പൂതിരി അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു രേഖകളും ദേവസ്വം ബോർഡിൻ്റെ കൈവശമില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ RTA അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള രേഖകളാണ് മിക്കതും. അതായത് ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചില ഉടമ്പടികളുണ്ട്, അതൊക്കെ 50 വർഷത്തിന് മുകളിലുള്ളതാണ്. അത് നൽകാതിരിക്കാം, കാരണം അത്രയധികം പഴക്കമുള്ളത് ആ രേഖകളുടെ കോപ്പി നൽകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഏതൊക്കെ ആഭരണങ്ങളാണ് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് പോലും ദേവസ്വം ബോർഡിൻ്റെ പക്കൽ ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് വിധത്തിലാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത്, പഴയ ആഭരണങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ തൂക്കം, അതിൻ്റെ ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അതുപോലും ഇല്ല എന്നതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. സമാനമായ രീതിയിൽ മറ്റ് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്.